നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ചിലരുടെ ചില പ്രവചനങ്ങൾ ലോകത്തെ ഭയപ്പെടുത്തുന്നതാണ്. അതിനൊരു ഉദാഹരണമാണ് നോസ്ട്രഡാമസ്. 2024 കുറിച്ച് പലരും നടത്തിയ പ്രവചനങ്ങളെക്കുറിച്ചും ചർച്ചകൾ പൊടിപൊടിക്കുകയാണ്. അതിൽ തന്നെ നോസ്ട്രഡാമസിന്റെ പ്രവചനങ്ങളെ പലപ്പോഴും ലോകം ചർച്ചാ വിഷയമാക്കിയിട്ടുണ്ട്. 500 വർഷം മുമ്പ് അദ്ദേഹം നടത്തിയ പല പ്രവചനങ്ങളും പല കാലങ്ങളിലായി യാഥാർത്ഥ്യമായിട്ടുണ്ട്. ഇപ്പോഴും അതിൽ ചില പ്രവചനങ്ങൾ യഥാർത്ഥത്തിൽ നടക്കാറുമുണ്ട്. എന്നാൽ ഈ വർഷത്തെക്കുറിച്ച് അദ്ദേഹം നടത്തിയൊരു പ്രവചനമാണ് ഇപ്പോൾ വൈറലായി മാറുന്നത്. ഇറാനും ഇസ്രയേലും തമ്മിലുള്ള യുദ്ധം 2024 നടക്കുമെന്ന് നോസ്ട്രഡാമസ് മുമ്പേ പ്രവചിച്ചിരുന്നു. അതുപോലെ തന്നെ സംഭവിച്ചിരിക്കുകയാണ്. ഇറാന്റെ എംബസി ഇസ്രയേൽ ആക്രമിക്കുകയും ഇറാൻ ഇസ്രയേലിനെതിരെ മിസൈലും ഡ്രോണുകളും ഉപയോഗിച്ച് ആക്രമണം നടത്തുകയും ചെയ്തതോടെ പശ്ചിമേഷ്യ വലിയ സംഘർഷത്തിലാണ്. നോസ്ട്രഡാമസിന്റെ ലസ് പ്രൊഫറ്റീസ് എന്ന പുസ്തകത്തിലാണ് പ്രവചനങ്ങൾ ഏറെ. ഇത് ലോകത്താകെ നിരവധി കോപ്പികൾ വിറ്റുപോയതാണ്. 450 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ പുസ്തകങ്ങൾ പുറത്തു വന്നത്. ജർമ്മനിയിൽ അഡോൾഫ് ഹിറ്റ്ലറുടെ ഭരണം വരുമെന്നും US പ്രസിഡന്റ് ജോൺ F കെന്നഡിയെ വധിക്കുമെന്നും കോവിഡ് മഹാമാരി ലോകത്താകെ ദുരന്തമുണ്ടാക്കുമെന്നും 2022 ജീവിത ചെലവ് വർദ്ധിച്ച് മാന്ദ്യമുണ്ടാകുമെന്നും നോസ്ട്രഡാമസിന്റെ പ്രവചനങ്ങളിൽ ഉണ്ടായിരുന്നു. ഇതെല്ലാം പല കാലങ്ങളിലായി ശരിയായി വന്നതാണ്. ഇതിന് പിന്നാലെയാണ് ഈ വർഷത്തെ ഏറ്റവും വലിയ പ്രവചനങ്ങളിലൊന്ന് യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത്. 2024 ഘോര യുദ്ധമുണ്ടാകുമെന്നാണ് നോസ്ട്രഡാമസിന്റെ പ്രവചനം. അതുപോലെ ചൈനയും തായ്വാനും തമ്മിൽ സംഘർഷമുണ്ടാകുമെന്നും പ്രവചനത്തിലുണ്ട്. അതുപോലെ ചെങ്കടലിൽ ഹൂതികൾ കപ്പലുകളെ ആക്രമിക്കുമെന്നും ഈ പ്രവചനത്തിലുണ്ട്. ചുവന്ന സുഹൃത്ത് ഭയത്താൽ മൂടുമെന്നും സംഘർഷഭരിതമാകും ആ സമുദ്രം എന്നുമാണ് പ്രവചനം. ഇത് ചെങ്കടലിലെ സംഘർഷത്തെ സൂചിപ്പിക്കുന്നതാണ്. അതുപോലെ പശ്ചിമേഷ്യ സംഘർഷഭരിതമാകുമെന്നും ഇതിനർത്ഥമുണ്ട്. മൂന്നാം ലോക മഹായുദ്ധം സാധ്യമാകുമെന്ന സൂചനയും നോസ്ട്രഡാമസിന്റെ പ്രവചനത്തിലുണ്ട്. ഇതെല്ലാം ഒരേ സമയം തന്നെ യാഥാർത്ഥ്യമായി വന്നിരിക്കുകയാണ്. ഇറാൻ മിസൈലുകൾ ഇസ്രയേലിനെതിരെ വർഷിച്ചതോടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ മൂന്നാം ലോക മഹായുദ്ധം ട്രെൻഡിംഗ് ആയിരിക്കുകയാണ്. റഷ്യ, ചൈന, ഇറാൻ, യമൻ, ഉത്തര കൊറിയ, ഇറാഖ് എന്നിവർ ഒരു ചേരിയിലെത്തുമെന്നും നാറ്റോ, അമേരിക്ക, ഇസ്രയേൽ, യുക്രൈൻ എന്നിവർ മറുവശത്തും മറ്റൊരു ഭാഗത്ത് താലിബാൻ, ഹിസ്ബുള്ള, ഹൂതികൾ എന്നിവരും ഉണ്ടാകുമെന്നും ഒരു എക്സ് യൂസർ ചൂണ്ടിക്കാണിച്ചു. മൂന്നാം ലോക മഹായുദ്ധം വളരെ അമ്പരിപ്പിക്കുന്ന രീതിയിൽ ആരംഭിക്കുമെന്നാണ് നോസ്ട്രഡാമസ് പ്രവചനത്തിൽ പറയുന്നത്. ഇറാന്റെ ആക്രമണം തീർത്തും പ്രതീക്ഷിക്കാത്തതാണെന്നും അതുകൊണ്ട് മൂന്നാം ലോക മഹായുദ്ധം നടക്കാമെന്നും നോസ്ട്രഡാമസ് വ്യക്തമാക്കുന്നു. 2024 കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട പ്രതിസന്ധികൾ കൂടുതൽ മോശമാകുമെന്നാണ് നോസ്ട്രഡാമസിന്റെ മറ്റൊരു പ്രവചനം. ഇപ്പോൾ തന്നെ വരണ്ടിരിക്കുന്ന ഭൂമി കൂടുതൽ വരളുമെന്ന് അദ്ദേഹം പ്രവചിച്ചിരുന്നു. കൂടാതെ വെള്ളപ്പൊക്കത്തിനും ലോകം സാക്ഷി വഹിക്കും എന്ന് നോസ്ട്രഡാമസ് പ്രവചിക്കുന്നു. ബാബ വാങ്കയും ഇത്തൊരു പ്രവചനം നടത്തിയിരുന്നു. പ്രകൃതി ദുരന്തങ്ങളുടെ ഒരു വർഷമായിരിക്കും 2024 എന്നാണ് വാങ്ക പ്രവചിച്ചത്. അതിതീവ്രവും കഠിനവുമായ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ ഉണ്ടാവും. ആഗോളതലത്തിൽ വലിയ സാമ്പത്തിക പിരിമുറുക്കവും വാങ്ക പ്രവചിക്കുന്നു. കടക്കണിയുടെ വർധനവും രാഷ്ട്രീയങ്ങൾക്കിടയിലെ സംഘർഷങ്ങളും സാമ്പത്തിക പ്രതിസന്ധിയുടെ കാരണമാകും. ദേശീയ സുരക്ഷയെ തന്നെ ബാധിക്കുന്ന വിധത്തിലുള്ള സൈബർ ആക്രമണങ്ങൾ ഉണ്ടാകും. വൈദ്യുതി നിലയങ്ങളെ ജലശുചീകരണശാലകളും ആക്രമണ ലക്ഷ്യമാവും എന്നിങ്ങനെയാണ് പ്രവചനങ്ങൾ. 1503 നോസ്ട്രഡാമസിന്റെ ജനനം. ലസ് പ്രൊഫറ്റീസിൽ ക്വാട്രെയിൻ എന്ന 4 വരി കവിതയുടെ രൂപത്തിലാണ് നോസ്ട്രഡാമസ് തന്റെ പ്രവചനങ്ങളെല്ലാം നടത്തിയിരിക്കുന്നത്. നോസ്ട്രഡാമസിന്റെ ഈ കവിതകൾ അവ്യക്തമാണ്. നിശ്ചിത സ്ഥലങ്ങളോ സംഭവങ്ങളോ വരികളിൽ ഇല്ലാത്തതിനാൽ അവയെ പ്രവചനങ്ങളായി കാണാനാകില്ലെന്ന് വിദഗ്ധർ പറയുന്നു. നോസ്ട്രഡാമസിന്റെ കവിതകളിലെ യാദൃശ്ചികതയെ ലോകത്തെ സംഭവ വികാസങ്ങളുമായി ബന്ധിപ്പിക്കാൻ വ്യാപകമായ ശ്രമം നടക്കുന്നതായാണ് വിലയിരുത്തൽ. ജോൺ F കെന്നഡിയുടെ വധം, ഹിറ്റ്ലർ, ഫ്രഞ്ച് വിപ്ലവം, നെപ്പോളിയൻ ബോണപ്പാർട്ട്, ഹിരോഷിമയിലെയും നാഗസാക്കിയിലെയും ആക്രമണം, വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണം, കോവിഡ് മഹാമാരി, യുക്രൈൻ യുദ്ധം തുടങ്ങിയവ നോസ്ട്രഡാമസ് പ്രവചിച്ചെന്നാണ് കഥ. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.